ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7, 8 എന്നീ 4 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ലിസാൻ്റെ ഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അദ്ദറസു സാബിയോ, പാഠം 7. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീത മാസം. അഷ്ഹുറു താസിഉ മിനസ്സനത്തിൽ ഹിജ്റത്തി ഷഹ്റു റമളാൻ. ഹിജ്റ വർഷത്തിൽ 9ാമത്തെ മാസം റമളാൻ മാസമാണ്. ഹുവ ഷഹ്റുൻ മുബാറക്കുൻ, റമളാൻ അനുഗ്രഹീത മാസമാണ്. യസൂമു ഫീഹിൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്തു, മുസ്ലിമീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും റമളാനിൽ വ്രതമനുഷ്ഠിക്കുന്നു. വയതുറുക്കു സ്വായിമൂന വസ്വായിമാത്തു അൽ അത്ഇമത വൽ അശ്രിബത തൂലൻ നഹാരി, നോമ്പെടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഭക്ഷണവും പാനീയവും പകൽ മുഴുവൻ ഉപേക്ഷിക്കുന്നു. യതജന്നബൂന അനിൽ അഅ്മാലിൽ മുഹറമത്തി വൽ മക്രൂഹത്തി, നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും വെറുക്കപ്പെടുന്നതിൽ നിന്നും അവർ വിട്ടുനിൽക്കുന്നവരാണ്. വയുസാഇദൂന അസ്സായിലീന വൽ മഹ്റൂമീന ഫി ഹാദ ഷഹ്റിൽ മുബാറക്കി ഖാസത്തൻ വഫി സായിരിൽ അഷ്ഹുരി ആമ, യാചകരെയും ഉപജീവനം നിഷേധിക്കപ്പെട്ടവരെയും ഈ മാസത്തിൽ പ്രത്യേകമായും മറ്റു മാസങ്ങളിൽ പൊതുവായും അവർ സഹായിക്കുകയും ചെയ്യുന്നു. വയുഫ്തിറൂന ഫീ ഹാദ ഷഹ്രി അൽ മുസ്ലിമീന സ്വായിമീന വൽ മുസ്ലിമാത്തി വസ്വായിമാത്തി, നോമ്പനുഷ്ഠിച്ച മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ റമളാനിൽ അവർ നോമ്പ് തുറപ്പിക്കുന്നു. വയുക്സിറൂനൽ അഅ്മാല സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അവർ വർദ്ധിപ്പിക്കുന്നു. ജഅലനല്ലാഹു മിൻ ഇബാദിഹി സ്വാലിഹീനൽ മുഖ്ലിസീന വസ്വാലിഹാത്തിൽ മുഖ്ലിസാത്തി ബിഫദ്ലിഹി ആമീൻ. അല്ലാഹു അവൻ്റെ ദാസന്മാരായ നിഷ്കളങ്കരും സച്ചരിതരുമായ പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഇതാണ് ഈ പാഠത്തിലെ പ്രധാന വിഷയങ്ങൾ. ഇനി ഇതിൻ്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ, നുലാഹിദുൽ കലിമാത്ത്, ഈ പാഠഭാഗത്തിൽ വന്ന പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അൽ മുസ്ലിമൂന, അസ്വായിമൂന, അസ്സായിലീന, അൽ മഹ്റൂമീന, അൽ മുസ്ലിമീന, അസ്വായിമീന, അസ്സാലിഹീന, അൽ മുഖ്ലിസീന. അദ്ഹി കുല്ലുഹ മിൻ ജംഇൽ മുദക്കരി സാലിം, ഇവ മുഴുവനും ജമ്മു മുദക്കർ സാലിമിൻ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ജമ്മു മുദക്കർ സാലിമിൽ ഉൾപ്പെടുന്നതാണ്. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാ ദല്ല അല അക്സര മിൻ ഇസ്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി, ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ യാ, നൂന്, വാവ്, നൂന് എന്നിവ അവസാനം വർദ്ധിപ്പിക്കുക മാത്രം ചെയ്ത് 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിന് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഏകവചനം ഇപ്പം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുസ്ലിമൂന എന്നുള്ളതിലെ ഏകവചനം എന്താണ്? മുസ്ലിം എന്നല്ലേ. അപ്പോൾ അതിനെ ബഹുവചനമാക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, വെറും ഒരു വാവും അല്ലെങ്കിൽ യാവും ഒക്കെ കൂടുതലാകുന്നേ ഉള്ളൂ. മുസ്ലിമൂന, കണ്ടില്ലേ? ആ നിലക്ക് ആക്കപ്പെടുന്നതാണ് ജംഉ മുദക്കർ സാലിം. യുർഫഉ ബിൽ വാവി വയുൻസബു വയുജറു ബിൽ യാഇൽ മഖ്സൂരി മാ ഖബ്ലഹ. ഈ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജംഉ മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്ഉം മുമ്പുള്ള അക്ഷരം കസ്റാക്കപ്പെട്ട യാ കൊണ്ട് നിസ്ബും ജറും ചെയ്യപ്പെടും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം എന്താണ്? ജംഉ മുദക്കർ സാലിമിന് റഫ് വാവ് കൊണ്ടാണ്. ഈ റഫിൻ്റെ ഘട്ടം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ
ഫായിൽ എപ്പോഴും റഫായിട്ടല്ലേ വരിക. ഇപ്പോൾ ലറബ സെയ്ദു, സെയ്ദ് അടിച്ചു. ഒരിക്കലും സെയ്ദി എന്നോ സെയ്ദ എന്നോ പറയാൻ പറ്റില്ല. കാരണം അടിച്ച ആൾ, പ്രവർത്തിച്ച ആൾ സെയ്ദാണെങ്കിൽ ലറബ സെയ്ദു എന്ന് തന്നെ പറയണം. അത് ഫായിലാണ്. ഫായിൽ എപ്പോഴും റഫ് ആണ്. ഇനി ഇലൽ മസ്ജിദി, മസ്ജിദി എന്ന് തന്നെ പറയണം. കാരണം ഇല ജെറിൻ്റെ അക്ഷരമാണ്. അങ്ങനെ ജെറിൻ്റെ പല അക്ഷരങ്ങളും വരുന്നുണ്ട്. ആ ജെറിൻ്റെ അക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നെ ജറല്ലാതെ വരാൻ പറ്റില്ല. അത് ജെറിൻ്റെ ഘട്ടമാണ്. ഇനി ലറബ സെയ്ദുൻ, സെയ്ദ് അടിച്ചു. മുഹമ്മദൻ, മുഹമ്മദിനെ അടിച്ചു. ഇപ്പോൾ മുഹമ്മദൻ എന്നുള്ളതിനൊരിക്കലും മുഹമ്മദിൻ എന്നോ മുഹമ്മദുൻ എന്നോ പറയാൻ പറ്റില്ല. കാരണം അടി കിട്ടിയ ആൾ മുഹമ്മദ്, അത് മഫ്ഊലാണ്. മഫ്ഊൽ എപ്പോഴും നസ്ബായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ ഘട്ടങ്ങളുടെ ഉദാഹരണമാണ്. ഫായിൽ റഫിൻ്റെ ഘട്ടത്തിലാണ്, മഫ്ഊൽ നസ്ബിൻ്റെ ഘട്ടത്തിലാണ്, പിന്നെ ജെറിൻ്റെ അക്ഷരം വന്നാൽ അത് ജെറിൻ്റെ ഘട്ടമാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ ഏത് രൂപത്തിലാണ് ഉപയോഗിക്കുക? ജമ്മ് മുദക്കറിനെ വാവ് കൊണ്ട്. റഫിൻ്റെ ഘട്ടങ്ങളിലാണെങ്കിൽ മുസ്ലിമൂന എന്ന് ഉപയോഗിക്കും. അതേ പ്രകാരം തന്നെ ഇനി ജെറിൻ്റെയോ നസ്ബിൻ്റെയോ ഘട്ടങ്ങളിലാണെങ്കിൽ മുസ്ലിമീന എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി അടുത്ത് നോക്കൂ. ഫൽ കലിമാത്തു അൽ മുസ്ലിമാത്തു അസ്സോയിമാത്തു അൽ മുസ്ലിമാത്തി അസ്സോയിമാത്തി അസ്സോലിഹാത്തു അൽ മുഖ്ലിസാത്തു കുല്ലുഹ മിൻ ജംഅ മുഅന്നസ് സാലിം. കാരണം ഇതിലൊക്കെ താ ഉണ്ട്, ഇതൊക്കെ ജമ്മു മുഅന്നസ് സാലിമാണ്. ഇവ മുഴുവനും ജമ്മു മുഅന്നസ് സാലിമിൽ ഉൾപ്പെടുന്നു. ജമ്മു മുഅന്നസ് സാലിം മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അല മുഫ്രദിഹി. ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ അലിഫ്, താ എന്നിവ അവസാനം വർദ്ധിപ്പിക്കുക മാത്രം ചെയ്ത് രണ്ടിൽ കൂടുതൽ എന്നതിനെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിന് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നു. ഇവിടെയും ഏകവചനത്തിൽ മാറ്റം വരുന്നില്ല. അൽ മുസ്ലിം എന്ന് നോക്കൂ, മാത്ത് എന്നായിട്ടുള്ളൂ. മുസ്ലിം മാത്ത്. അപ്പോൾ ഒരു അലിഫും താവും മാത്രം വർദ്ധിപ്പിച്ചു. ആ നിലക്ക് നമ്മൾ ഏകവചനത്തെ ബഹുവചനമാക്കുമ്പോൾ അത് ജംഅ് മുഅന്നസ് സാലിമാക്കും. ഇതിനെ വയുർഫഉ ബിൽ ലമ്മത്തി. ഇതിൻ്റെ റഫ് എങ്ങനെയാണ് വരുന്നത്? ലമ്മ് കൊണ്ടാണ് ഇതിൻ്റെ റഫ് വരുന്നത്. വയുൻസബു വയുജറു ബിൽ കസ്റത്തി. ജറിൻ്റെയും നസ്ബിൻ്റെയും ഘട്ടത്തിൽ കെസർ കൊടുക്കും. ഇപ്പോൾ റഫിൻ്റെ ഘട്ടത്തിൽ മുസ്ലിമാത്തു എന്ന് പറയും. ജറിൻ്റെയും നസ്ബിൻ്റെയും ഘട്ടത്തിൽ വരുമ്പോൾ ഇപ്പോൾ മഫൂലായി വരികയാണെങ്കിൽ എന്ത് പറയും? മുസ്ലിമാത്തി എന്ന് പറയും. പിന്നെ ജറിൻ്റെ അക്ഷരത്തിന് ശേഷം വരികയാണെങ്കിലോ അതും മുസ്ലിമാത്തി എന്ന് പറയും. അത് രണ്ടും കെസർ കൊണ്ട്. ഇനി ഫായിലായി വരികയാണെങ്കിലോ അൽ മുസ്ലിമാത്തു എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. 1-2 തവണ കേട്ടാൽ എളുപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനിയൊക്കെ ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ നമുക്ക് വേഗം വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. നുലാഹിലുൽ അംസിലത്ത ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. നിശ്ചയം വിശ്വാസികൾ സഹോദരങ്ങളാണ്. അൽ ജന്നത്തു മഅ്വൽ മുഅ്മിനീന. സ്വർഗം സത്യവിശ്വാസികളുടെ അഭയകേന്ദ്രമാണ്. യതൂഫുൽ മുസ്ലിമൂന ബിൽ കഅബത്തി. അപ്പോൾ ഇവിടെ ഫായിലായിട്ടാണ് മുസ്ലിമീങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടില്ലേ വാബ് കൊണ്ട് മുസ്ലിമൂന എന്ന് പറയുന്നു. മുസ്ലിമീങ്ങൾ കാബയെ വലയം ചെയ്യുന്നു. അൽ കാബത്തു കിബിലത്തുൽ മുസ്ലിമീന. കാബ വിശ്വാസികളുടെ കിബിലയാണ്. അത് ജറിൻ്റെ മുലാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ മുസ്ലിമീന പറഞ്ഞു. അസ്വാഇമൂന മുഖ്ലിസൂന. നോമ്പുകാർ നിഷ്കളങ്കരാണ്. അത് മുബത്തതയും ഖബറുമാണ്. അപ്പോൾ അത് റഫിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ട് വാവ് കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഘട്ടം നമ്മൾ മനസ്സിലാക്കി വായിക്കുക. യുഹിബുല്ലാഹു അൽ മുഖ്ലിസീന. അത് മഫ്ഊലാണ്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അൽ മുഖ്ലിസീന മഫ്ഊലിൻ്റെ ഘട്ടമല്ലേ, അതുകൊണ്ടാണ് യായിൻ്റെ രൂപത്തിൽ വന്നത്. നിഷ്കളങ്കരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അൽ മുഅല്ലിമൂന മുജ്തഹിദൂന. അത് റഫിൻ്റെ ഘട്ടമാണ്. മുബത്തതയും ഖബറുമാണ്. അധ്യാപകർ ഗവേഷകരാണ്. നെഹ്തരിമുൽ മുഅല്ലിമീന. അധ്യാപകരെ നാം ബഹുമാനിക്കണം. അൽ മുഅ്മിനാത്തു മുഖ്ലിസാത്തുൻ. കണ്ടില്ലേ, അത് സ്ത്രീകൾക്കുള്ളതിലുള്ള റഫിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ടാണ് ലമ്മ് കൊണ്ട് പറഞ്ഞത്. സത്യവിശ്വാസിനികൾ നിഷ്കളങ്കരാണ്. റഅയ്തുൽ മുഅ്മിനാത്തി. വിശ്വാസികളെ ഞാൻ കണ്ടു. അത് മഫ്ഊലിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ടാണ് മുഅ്മിനാത്തി എന്ന് പറഞ്ഞത്. റഅയ്തു ഞാൻ കണ്ടു, കണ്ടത് ഞാനാണ്. പിന്നെ അത് മഫ്ഊലാണ് മുഅ്മിനാത്തി എന്നുള്ളത്. അൽ മുസ്ലിമാത്തു ഖാനിതാത്തുൻ. അത് റഫിൻ്റെ ഘട്ടമാണ്. അൽ മുസ്ലിമാത്തു ഖാനിതാത്തുൻ. മുസ്ലിം സ്ത്രീകൾ അനുസരണയുള്ളവരാണ്. കാരണം അവിടെ ലമ്മ് വന്നല്ലോ.
ലിബാസുൽ മുസ്ലിമാത്തി വാസിയത്തുൻ, മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലമായതാണ്. തദ്ഹബു ത്വാലിബാത്തു ഇലൽ മദ്രസ, വിദ്യാർത്ഥിനികൾ മദ്രസയിലേക്ക് പോകുന്നു. സല്ലം തു അല ത്വാലിബാത്തി, വിദ്യാർത്ഥിനികൾക്ക് ഞാൻ സലാം പറഞ്ഞു. ഉണ്ടല്ലോ അല ത്വാലിബാത്തി എന്ന്, ആ അല ജറിൻ്റെ അക്ഷരമാണല്ലോ, അപ്പോൾ ത്വാലിബാത്തി എന്ന് പറഞ്ഞു. അൽ ഹാഫിലാത്തു സരിഅത്തുൻ, വാഹനങ്ങൾ വേഗതയുള്ളതാണ്. അഷാരിഉ മംലൂ ഉൻ ബി ഹാഫിലാത്തി, റോഡ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ഇതിലൂടെ ഓരോന്നിൻ്റെയും ഘട്ടങ്ങളിലുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഓരോന്നും നോക്കി ഓരോന്നിൻ്റെയും ഘട്ടം മനസ്സിലാക്കി വായിക്കുക. ഇനി നക്തുബുൽ ജമാ മുദക്കർ സാലിം ജമ്മു മുഅന്നസ് സാലിം ലിൽ കലിമാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ജമ്മു മുദക്കർ മുഅന്നസ് സാലിമുകൾ എഴുതാനാണ്. മുദരിസുൻ മുദരിസൂന, മുദരിസത്തുൻ മുദരിസാത്തുൻ, മുഹ്സിനുൻ മുഹ്സിനൂന, മുഹ്സിനത്തുൻ മുഹ്സിനാത്തുൻ, മുഖ്ലിസുൻ മുഖ്ലിസൂന, മുഖ്ലിസത്തുൻ മുഖ്ലിസാത്തുൻ, മുദബ്ബിറുൻ മുദബ്ബിറൂന, മുദബ്ബിറത്തുൻ മുദബ്ബിറാത്തുൻ, സാജിദുൻ സാജിദൂന, സാജിദത്തുൻ സാജിദാത്തുൻ, തോലിബുൻ തോലിബൂന, തോലിബത്തുൻ തോലിബാത്തുൻ, മുഅല്ലിമുൻ മുഅല്ലിമൂന, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്തുൻ. ഇത് വളരെ എളുപ്പമുള്ളതാണ്. കാരണം ആ വാവും നൂനും അലിഫും താവും വർദ്ധിപ്പിക്കൽ കൊണ്ട് ജമ്മാവുന്നതാണല്ലോ. വളരെ എളുപ്പമാണ്. ശൈലി അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷയ്ക്ക് വേഗം ഉത്തരം എഴുതാൻ കഴിയും. ഇനി നുറാജിഉൽ ആയത്തൽ ഖാമിസത്ത വ സലാസിന മിൻ സൂറത്തിൽ അഹ്സാബ് വ നക്തഷിഫു മിൻഹ ജമ്മു മുദക്കർ സാലിം വ മുഅന്നസ് സാലിം. നമ്മൾ സൂറത്തുൽ അഹ്സാബിൻ്റെ ഹംസത്തുൻ വ സലാസൂന 35 ആയത്തുകൾ പരിശോധിച്ചിട്ട് അതിലുള്ള ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി അർത്ഥവ്യത്യാസം കണ്ടെത്തുക. അത്തോലിബൂന വത്തോലിബാത്തു ഫിസ്സൊഫി, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ക്ലാസ്സിലാണ്. റഅയ്തു തോലിബീന വത്തോലിബാത്തി ഫിസ്സൊഫി, വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഞാൻ ക്ലാസ്സിൽ കണ്ടു. അർത്ഥവ്യത്യാസം എന്ന് പറയുന്നത് തോലിബൂന തോലിബാത്തുൻ, ചെറിയൊരു വാവ് നൂനിൻ്റെ മാറ്റമേ ഉള്ളൂ. പക്ഷേ അവിടെ വരുന്നത് സ്ത്രീലിംഗവും പുരുഷലിംഗവും മാറി മാറിയാണ് വരുന്നത്. ആ അർത്ഥവ്യത്യാസം കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും പുസ്തകം വെച്ച് നല്ല രൂപത്തിൽ ഇത് കേൾക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമായെങ്കിൽ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.